ചങ്ങനാശ്ശേരിയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ചെങ്ങന്നൂരിൻ്റെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി ടെൻഡറിലേക്ക് പോയിരിക്കുകയാണ്. അടിയന്തരമായി ടെൻഡർ പൂർത്തിയായാലുടൻ തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കും. കായംകുളം ബസ് സ്റ്റേഷൻ പൊളിച്ചു മാറ്റി അവിടെയും പുതിയ കെട്ടിടത്തിനുള്ള ഭരണാനുമതി ലഭിക്കാൻ വേണ്ടി പ്ലാനെല്ലാം കൊടുത്തിരിക്കുകയാണ്. പ്ലാനെല്ലാം ഫൈനലൈസ് ചെയ്ത് ഒരു നിമിഷം പോലും KSRTCയിലോ വാഹന ഗതാഗത വകുപ്പിലോ ഒരു താമസവും ഇല്ലാതെ തന്നെ എല്ലാ ഫയലുകളും ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയിലാണ്. അവിടെ നിന്ന് ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കും. കൊല്ലം ബസ് സ്റ്റേഷൻ നവീകരിക്കാൻ പോവുകയാണ്. പുതിയ കെട്ടിടം, കൊല്ലം ബസ് സ്റ്റേഷനിൽ പുതിയ കെട്ടിടവും വർക്ക്ഷോപ്പും അടങ്ങുന്ന ഒരു സമുച്ചയം ഏതാണ്ട് 8 കോടി രൂപയ്ക്കാണ് നിർമ്മിക്കുന്നത്. ആറ്റിങ്ങൽ ബസ് സ്റ്റേഷനിൽ ഏതാണ്ട് 5 കോടി ചെലവഴിച്ച് ഒരു ബ്ലോക്ക്, 2 ബ്ലോക്കായിട്ടാണ് അതിൻ്റെ ആദ്യഘട്ടം. ഇപ്പോൾ യാത്രക്കാർ വരുന്നതും ഓഫീസ് പ്രവർത്തിക്കുന്നതുമായ ഒരു ബ്ലോക്ക് ആദ്യം തീർക്കുകയും 2ാം ബ്ലോക്ക് പിന്നീട് തീർക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ്. ആറ്റിങ്ങലിലും ഉടൻ തന്നെ അതിൻ്റെ ഡിസൈനും കഴിഞ്ഞു. ആറ്റിങ്ങൽ ഡിസൈൻ കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പോകുന്ന വിഴിഞ്ഞമാണ്. ആ ഡിസൈൻ വരയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. ആറ്റിങ്ങൽ ഡിസൈൻ ഏതാണ്ട് ഫൈനലൈസ് ചെയ്തു, അത് കണ്ടു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടി പൂർത്തിയായ ഉടൻ തന്നെ PWDയുടെ ബിൽഡിങ്സാണ് ഇതെല്ലാം നിർമ്മിക്കുന്നത്. അവർ ഡിസൈൻ ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള PWDയുടെ കീഴിലുള്ള ആർക്കിടെക്ചർ വിഭാഗമാണ്. അവർ നല്ല മനോഹരമായി ആറ്റിങ്ങൽ ഡിസൈൻ ചെയ്തു, കൊല്ലം ചെയ്തു, കായംകുളം ചെയ്തു. കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ നവീകരിക്കുകയാണ്. ഏതാണ്ട് 11 കോടി ചെലവഴിച്ച് കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ബസ് സ്റ്റേഷനാണ്. അതിനെ നവീകരിക്കാൻ, കാരണം ആ കെട്ടിടം പൊളിച്ചാൽ പിന്നെ റോഡിൽ നിന്ന് 8 മീറ്റർ മാറ്റി വയ്ക്കാം, പിന്നെ സ്ഥലമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനെ നവീകരിച്ചുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പുതിയ പദ്ധതി അവിടെ നടപ്പിൽ വരും.